എല്ലാവർക്കും രണ്ട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം മാർച്ച് 22 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞങ്ങൾ ഈസ്റ്റ് ഹാം മഹാലക്ഷ്മി ടെമ്പിളിലും മുരുകൻ ടെമ്പിൾ, ഈസ്റ്റ് ഹാമിലാണ് 2 ടെമ്പിളും അവിടെ പോകുവാനായിട്ട് തീരുമാനിച്ചു. അപ്പം ഞങ്ങളും ഷൈനി ചേച്ചിയും ഷെല്ലിച്ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ രാജേഷ് ആദ്യമായിട്ടാണ് കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഞങ്ങളെന്നും ട്രെയിനാണ് പൊക്കോണ്ടിരുന്നത്. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് കുറവായിരുന്നു. കാരണം അവിടെ ഭയങ്കര തിരക്കാണ്, രണ്ടിൽ പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഷൈനി ചേച്ചി ഷെല്ലിച്ചേട്ടൻ ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പം അവർക്ക് ഒത്തിരി താങ്ക്സ്. അതുപോലെ റീ ചേച്ചി ആണെങ്കിലും രാജേഷിനെ നല്ല കോൺഫിഡൻസ് കൊടുത്തു. ഷെല്ലിച്ചേട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. Yes, we know. ശ്രീലക്ഷ്മീനാരായണ പ്രസാദേന യമാന്യാജമാനस्य വിവാഹ കല്യാണ പ്രസാദ് മേടിച്ചു ഹാപ്പി വെഡിങ് ഡേ. అప్పుడు కేక్ కావు മഹാലക്ഷ്മി ടെമ്പിളിൽ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി കയറി. സ്വാതി ക്യാഷ് ആൻഡ് കറി ആയിരുന്നു തോന്നുന്നു. അപ്പം അവിടെ നിന്ന് കുറച്ച് പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ മേടിച്ചു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അടുത്ത ടെമ്പിളിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി 11:45 നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ അവിടെ അനന്തപുരം എന്നുള്ള റെസ്റ്റോറൻറ്റിൽ പോകണമെന്നാണ് വിചാരിച്ചത്. അന്നേരം അത് തുറന്നില്ല, 12 ആകുമ്പോഴേ തുറക്കത്തുള്ളൂ. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് ടൈം കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യുമല്ലോ. അപ്പം ഞങ്ങളത് തുറക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. പിന്നെ
ഞാൻ ഓർത്തു ഓക്കെ എന്നാൽ പിന്നെ എന്താ പറയുക അപ്പുറത്തെ മുരുകൻ ടെമ്പിളിലും കൂടെ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് ഷോപ്പ് എന്താ പറയുക ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിത് പോയി നോക്കുന്നതാണ് കേട്ടോ. അതേ നമുക്ക് അവിടെ മൊത്തം നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളാണ് കൂടുതൽ. അപ്പോൾ തക്കോട് പറഞ്ഞു ഇവിടെ മൊത്തം ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണല്ലോ, ഇത് തനി UK ആണെന്ന് തോന്നുന്നില്ല, കേരളമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ മുരുകൻ ടെമ്പിൾ. അപ്പം നമ്മൾ മുരുകൻ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. മഹാലക്ഷ്മി ടെമ്പിളിൽ പാർക്കിംഗ് ഇല്ല, നിങ്ങൾ എന്തെങ്കിലും ക്രോസ് റോഡിൽ പാർക്ക് ചെയ്തേണ്ടി വരും. ഇവിടെ ഇതിന് പാർക്കിംഗ് ഉണ്ട്. അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറി പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാകുന്ന വരെ പുറത്ത് നിൽക്കുക എന്നിട്ട് പാർക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് മുരുകൻ ടെമ്പിൾ. അപ്പം ഈ വീഡിയോ ഒക്കെ തക്കടുവാണ് എടുത്തത്. അവിടെ വീഡിയോയും ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാം, പക്ഷേ ഡയറക്റ്റ് ഒത്തിരി ഇതായിട്ട് എടുക്കാതിരുന്നാൽ മതി. അവിടെ കല്യാണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും 2 അമ്പലത്തിലും അവരാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ദൈവത്തിന് ചാർത്തിയ മാല നമുക്ക് തരും കേട്ടോ. പക്ഷേ ഇവിടെ കൊടുക്കാനായിരുന്നു ഞാൻ വിചാരിച്ചത്, പക്ഷേ അപ്പുറത്ത് ഓൾറെഡി ചെയ്തത് കൊണ്ട് പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നുകൊണ്ടും അങ്ങനെ ചെയ്തില്ല. അപ്പോൾ എന്താ പറയുക, നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ ഒരു പൂജയൊക്കെ ചെയ്ത് നമുക്ക് മാലയൊക്കെ ദൈവത്തിന് ഇടിപ്പിച്ച മാലയൊക്കെ നമുക്ക് തരും കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നവർ അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അമ്പലത്തിൽ പോയി അവരോട് പറഞ്ഞാൽ, പിന്നെ ഇവിടുത്തെ പ്രീസ്റ്റെല്ലാം തമിഴിയൻസ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് അവിടെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ടെമ്പിളിൽ പോയാൽ നമുക്കൊരു അമ്പലത്തിൽ പോയതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പം എന്താ പറയുക, എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു സമയമായിരുന്നു. അപ്പം ഞങ്ങളുടെ 17th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. നമ്മുടെ ഒത്തിരി എന്താ പറയുക ഫ്രണ്ട്സ് എല്ലാം ഞങ്ങൾക്ക് വിഷസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം വിഷസൊക്കെ അറിയിച്ച എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അപ്പം നമുക്ക് ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു പാത്രത്തിൽ നമുക്ക് ആപ്പിളും ബനാനയും തേങ്ങയും ഒക്കെ ആയിട്ട് ഒരു താലം വെച്ചിട്ടുണ്ട്. നമുക്കത് അർച്ചനയ്ക്ക് 5 പൗണ്ടിൻ്റെ കൂപ്പൺ എടുത്താൽ എടുക്കാം. എന്നിട്ട് നമുക്ക് പ്രീസ്റ്റിനെ കൊണ്ട് കൊടുത്താൽ മതി. നമ്മുടെ എല്ലാവരുടെയും പേരും നാളും പറഞ്ഞു കഴിഞ്ഞ് പൂജാരി നമുക്കത് പൂജ ചെയ്തിട്ട് നമുക്കത് തിരിച്ചു തരും കേട്ടോ. അപ്പോൾ ഇതിനൊരു ദക്ഷിണ കൊടുത്താൽ മതിയേ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഈസ്റ്റ് മഹാലക്ഷ്മി ടെമ്പിൾ, മുരുകൻ ടെമ്പിൾ എന്നൊക്കെ. അപ്പോൾ പോകുമ്പോൾ 2 അമ്പലത്തിലും പോകാൻ പറ്റും കേട്ടോ. അപ്പം ഒത്തിരി മൂർത്തികൾ അവിടെയുണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പൻ വരെ അവിടെയുണ്ട്. ഗുരുവായൂരപ്പന്, അയ്യപ്പനും, ഗണപതി, സുബ്രഹ്മണ്യൻ. ഇത് മുരുകൻ ടെമ്പിളാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഡേറ്റുകളും ഉണ്ട്. നവഗ്രഹ ദോഷത്തിനും ഒക്കെയുള്ള നവഗ്രഹങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഒരു നല്ലൊരു അനുഭവമാണ്. പിന്നെ അതുപോലെ 2 അമ്പലങ്ങളിലും 12:30 ഉച്ചഭക്ഷണമുണ്ട്. റൈസും ഒരു കറിയും പിന്നെ അവിടുത്തെ അമ്പലത്തിൽ പ്രസാദവും പിന്നെ പപ്പടവും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാതെ അവിടുന്ന് തന്നെ അമ്പലത്തിൽ ഇരുന്ന് ഭജനയൊക്കെ കുറച്ച് നേരം പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് പൂജകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് അവിടുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് നിങ്ങൾക്ക് പോരാ. ഞങ്ങളും അവിടുന്ന് ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള വയറില്ലായിരുന്നു. ബട്ട് നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് അത് ഞാൻ പറയാം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അത് അമ്പലത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പം നിങ്ങൾ കാണുക.
ഞങ്ങൾ അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് നല്ല കല്ലിലൊക്കെയാണ് കേട്ടോ പണിതേക്കണം, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്ന് ഹോട്ടലിലേക്ക് പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ഹോട്ടലിന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. ഒരു ആപ്പുണ്ട്, പാർക്കിംഗ് ആപ്പ് എന്നങ്ങാണ്ടാണ്. അപ്പം അവിടെ നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കവിടെ സ്പേസ് ഉള്ളപ്പോൾ പാർക്ക് ചെയ്യാം. 2 hours ആണ് പാർക്കിങ്. അത് കഴിഞ്ഞിട്ട് കാറ് മാറ്റി വേറെ റോഡിൽ കൊണ്ടിടണം. അപ്പോൾ ഇതാണ് ഹോട്ടൽ അനന്തപുരം. നല്ല ഫുഡാണ് ഇവിടുത്തെ. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. ഇങ്ങനത്തെ പിന്നെ ഞങ്ങൾ മറ്റേ ഇവിടെ പോയി നോർത്തേൺ അയർലൻഡ് എക്സാം എഴുതാൻ പോയിടത്ത്. Heading sharply right. Manager lets you choose the objective that works best for your campaign. You can optimize your ad to reach the site as a choice any squad can get behind. Learn more at ads.spotify.com. അതിൽ കോഴ്സത്തേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു, ഷോപ്പിങ്ങൊക്കെ ചെയ്തു. അത് വീട്ടിലേക്ക് വന്നു. വളരെ സേഫായിട്ട് യാത്രയായിരുന്നു. അതുപോലെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിരുന്നു. വളരെ ചെറുതായിട്ട് തണുപ്പുള്ളായിരുന്നു, മഴയൊന്നും പെയ്തില്ല. അപ്പം എന്താ പറയുക, പിന്നെ അവിടെ എനിക്ക് ശുചിത്വ ഭക്തൻ വരുന്നുണ്ടായിരുന്നു ഈസ്റ്റ് ഹാമിലൊരു മീറ്റപ്പിന്. അതിനെനിക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ടയേർഡായിരുന്നു. പാർക്കിങ്ങിന് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ കാറ് കൊണ്ടിടുന്നതുകൊണ്ട് പിന്നെ അതൊരു ഇതായിരുന്നു. പിന്നെ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസും രാഷിൻ്റെ അമ്മയ്ക്ക് വയ്യ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളതൊക്കെ ഉപേക്ഷിച്ചു. പക്ഷേ ബാക്കിയെല്ലാം കൊണ്ടും വളരെ നല്ല ഇതായിരുന്നു. ഇതൊരു ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണ്. ഭയങ്കര ഹൈറ്റാണ് കേട്ടോ അത്. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു. അപ്പം എനിക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഇത് കോഡ് സെറ്റ് ഞാൻ മലക്കാർ ഓൺലൈനിൽ നിന്ന് മേടിച്ചതായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ട്രെയിനാണ് പോകാൻ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എങ്ങനെ സിറ്റുവേഷൻസ് ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ. അപ്പം ഇതൊരു പുതിയ ഡ്രസ്സ് അമ്പലത്തിൽ പോകുമ്പോൾ അത് വെഡിങ് ആനിവേഴ്സറിയുടെ പുതിയത് ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് ഇട്ടതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഡ്രസ്സ്, അതിനാണ് ഒരു പോക്കറ്റൊക്കെ ഉണ്ട്. അപ്പം മൊബൈലൊക്കെ ഇടാനും നല്ലതായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക എൻ്റെ വീഡിയോയുടെ അപ്ഡേറ്റ്സൊക്കെ കാണാനായിട്ട്. പിന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പം UK താമസിക്കുന്നവർക്ക്, അതും ഹിന്ദുക്കളായവർക്ക് അമ്പലങ്ങളിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഈസ്റ്റ് ഹാമിൽ നിങ്ങൾക്ക് അമ്പലത്തിലും പോകാം. അതുപോലെ തന്നെ ഷോപ്പിങ്ങും ചെയ്യാം. നല്ല ഫുഡും കിട്ടും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെജിറ്റേറിയൻ ഹോട്ടലും നോൺ വെജിറ്റേറിയൻ ഹോട്ടലും ഒക്കെ ഉണ്ട്. പാർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി അമ്പലങ്ങളുണ്ട് കേട്ടോ UK. അപ്പം ഞാൻ ടെമ്പിൾ വിസിറ്റ് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി അമ്പലത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം അതുപോലെ തന്നെ കേക്കൊക്കെ മേടിച്ച് നിങ്ങൾക്ക് അവിടെ തന്നെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാനത് മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എന്താ പറയുക, പിന്നെ പറ്റിയില്ല മേടിക്കാനായിട്ട്. അങ്ങനെ പിന്നെ എന്താ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത്? പിന്നെ ഞങ്ങൾ ഈ അമ്പലത്തിൽ അന്നദാനം ചെയ്തായിരുന്നു. ഞങ്ങൾ വീടൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ഒത്തിരി പ്രോബ്ലംസൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ വീട് ഞങ്ങൾക്ക് കിട്ടാനായിട്ട് കിട്ടുവാണെങ്കിൽ ഞങ്ങളിവിടെ ഒരു അന്നദാനം നടത്തിയേക്കാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ മഹാലക്ഷ്മി ടെമ്പിൾ അന്നദാനം ചെയ്തായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള പൈസ കൊടുത്താൽ മതി കേട്ടോ. ഒരു 100 pound ആയിരുന്നു ഞാൻ കൊടുത്തിരുന്നു. 100 pounds ആയിരുന്നു കൊടുത്തത്. അവിടുത്തെ അന്നദാനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ക്രൗഡാണ്. ഒത്തിരി പൈസ വേണം ഒരു ദിവസത്തെ അന്നദാനത്തിന് തന്നെ. അപ്പോൾ ഒത്തിരി പേര് പൈസ കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡുകൾ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് ഊത്തപ്പമായിരുന്നു. ഊത്തപ്പത്തിന് കൊടുത്ത് 2 ചട്നിയും ഒരു സാമ്പാറും ആയിരുന്നു. മൈ ഗോഡ്, ടൂ മച്ച് ഹോട്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലുതാണ് അവിടുത്തെ ഊത്തപ്പം. നമ്മുടെ ഇവിടെയൊക്കെ മേടിക്കുമ്പോൾ ചെറിയ ഊത്തപ്പം ആയതുകൊണ്ട് ഞാൻ 2 ഓർഡർ ചെയ്തു. കണ്ടപ്പോൾ ഇത്രയും വലുതായിരുന്നു. അപ്പം ഞങ്ങളിതെല്ലാം പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. കാരണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അമ്പലത്തിന് ചോറൊക്കെ കഴിച്ചുകൊണ്ട്. അപ്പം ബൈ ആൻഡ് ടേക്ക് കെയർ.